കൊണ്ടൽ ഡയറക്റ്റഡ് ബൈ അജിത് മാമ്പള്ളി. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിടിലം പടമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എപ്പം എന്നറിയോ, RDX ഒക്കെ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഞാൻ പറഞ്ഞിട്ട് RDX പ്രതീക്ഷിച്ച് വന്നു. കാരണം ഇപ്പൊ പെപ്പെ അഭിനയിക്കണമൊക്കെ RDX, അല്ലെങ്കിൽ ഇപ്പൊ യാഷ് ഇപ്പൊ ചെയ്യണമൊക്കെ KGF ആവണം എന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ പെപ്പെ ചെയ്യണമൊക്കെ RDX ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒന്നാമത് അങ്ങനത്തെ ഒരു സ്റ്റോറി അല്ല സിനിമക്കുള്ളത്. സിനിമയുടെ ഒരു പോരായ്മകളിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റോറിയാണ് ഭയങ്കര ക്ലീശ സാധനമായി പോയി. സത്യം പറയാം, അത് ക്ലീശ സാധനമാണെന്നുണ്ടെങ്കിൽ അതിൽ പല ട്വിസ്റ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇതിൽ ട്വിസ്റ്റ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഭയങ്കര, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കിടക്കുന്ന സമയത്ത് പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടൊക്കെ എടുക്കുന്നത്. ഭയങ്കര ഫ്ലാറ്റ്, ഒന്നുമില്ല. സെക്കൻഡ് ഹാഫിലൊന്നും ഇല്ല എന്നല്ല, സെക്കൻഡ് ഹാഫിൽ സ്റ്റോറി അങ്ങനെ നമ്മൾ ഇങ്ങനെ, അത് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതെന്താ സംഭവം എന്താണെന്നുള്ള ഒരു പിടുത്തം കിട്ടണില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് തീരുമല്ലോ, തീരുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഹാഫിത്തെ കഥ നമ്മളെ മനസ്സിൽ തന്നെ വരും. അപ്പൊ അതൊക്കെ തന്നെയാണ് മറ്റേ സെക്കൻഡ് ഹാഫിലും സംഭവിക്കുന്നത്. അതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സിനിമന്റെ ഒരു 80% ഇവിടെയാണ്, മറ്റേ കടലിലാണ് 80%. മനസ്സിലായില്ലേ? അപ്പോ ഇതിന്റെ ഈ തുടക്കത്തിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക, മീൻകാരെ കുറച്ച് സംഭവങ്ങളാണ് ഇതിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ അങ്ങനെ സിനിമ തുടങ്ങി ഇങ്ങനെ തുടങ്ങണൊക്കെ കരയിലാണ്. കരയിൽ ഇങ്ങനെ പെപ്പെ കുറച്ച് പ്രശ്നത്തിലും അടി ഇങ്ങനെ നടക്കുന്നത് പെപ്പെ. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടീമിനേറ്റ് മുട്ടു. അപ്പൊ അങ്ങനെ അവിടുന്ന് എസ്കേപ്പ് ആവണതാണ്, പണിക്കെന്ന് പറഞ്ഞ എസ്കേപ്പ് ആവണതാണ്. അപ്പൊ കുറച്ച് കാലത്തിന് മാറി നിൽക്കും ചെയ്യാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ പോണതാണ്. അങ്ങനെ പോയി അവിടുന്നാണ് ശരിക്കും ഇതിന്റെ സ്റ്റോറി തുടങ്ങുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഇങ്ങനെ നിർത്തണ ഒരു പരിപാടി ഉണ്ട്. മനസ്സിലായില്ലേ? അത് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഇന്റർവെല്ലിൽ ഇങ്ങനെ നമ്മളങ്ങനെ ഒരു ത്രില്ലിൽ കൊണ്ടുപോയിട്ടാണ് നിർത്തുന്നത്. പക്ഷെ ആ ഒരു ഇമ്പാക്ട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കിട്ടൂല. കാരണം അങ്ങനെ അത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ തീരുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പാണ് സെക്കൻഡ് ഹാഫിന്. പക്ഷെ ആ ഒരു ഹൈപ്പിന് സെക്കൻഡ് ഹാഫ് ഉയർന്നിട്ടില്ല. അതാണ് സിനിമന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് VFXന് ഭയങ്കരമായിട്ട് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. പ്രത്യേകിച്ച് ഞാൻ പറയില്ല, 80% കടലിൽ എന്ന് പറഞ്ഞ സമയത്ത് അതിൽ കുറെ VFX വർക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു പ്രത്യേകിച്ച് ഇതിന്റെ ഒരു മറ്റേ ഇത് വരും, ഈ വലിയ മീനൊക്കെ വരുന്നുണ്ട്. ആ മീൻ വരുന്നൊക്കെ സമയത്തുള്ള VFX ഒക്കെ അത്യാവശ്യം കിട്ടില്ലെന്നായിരുന്നു. ഇനിയിപ്പോ അത് ഹോളിവുഡ് ഡേ എന്ന് പറഞ്ഞു പോകണ്ട, പക്ഷെ എന്നാലും അയ്യെന്ന് പറയാത്ത രീതിയിൽ VFX വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതില് ഇവര് ഈ ബോട്ടുണ്ടല്ലോ, ഈ ബോട്ടിൽ ഇങ്ങനെ പോണ സമയത്ത് ഭയങ്കര മഴയും കാറ്റും വരുന്നൊക്കെ ഒരു സമയത്തുള്ള ഒരു കുറച്ച് VFX ഒക്കെ ഉണ്ടതില്ല. സെറ്റാണ്, കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെപ്പെ അറിയാലോ, അത് മൂപ്പരോട് ഇങ്ങനെ അടിന്ന് പറഞ്ഞിട്ട് വന്ന് നിന്നാൽ മതി, അപ്പൊ തന്നെ ഒരു ത്രില്ലാണ്. ആ ഒരു ത്രില്ല് ഈ സിനിമക്കകത്ത് കിട്ടും. കുറെ താടി മൂട്ടി അങ്ങനെ ഫുൾ ടെറർ ലുക്കിലാണ് പെപ്പെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ത്രില്ല. ശരിക്കും പെപ്പയാണ് ഈ സിനിമനെ ഒരു ആവറേജ് ആയിട്ട് പോകേണ്ട സിനിമ ഒരു എബവ് ആവറേജ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിക്കുന്ന രീതിയിലേക്ക് സിനിമ കൊണ്ടുപോയി എത്തിച്ചതും. പക്ഷെ ഒരു പ്രശ്നം എന്താ, ഫസ്റ്റ് ഹാഫ് നല്ല രസം, സെക്കൻഡ് ഹാഫ് ആ ഒരു അതായത് എന്താ പറയുക, ഒരു സിനിമ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ചില കാര്യങ്ങൾ ഓഫർ ചെയ്യും. മനസ്സിലായില്ലേ? സെക്കൻഡ് ഹാഫ് ഇങ്ങനെയൊക്കെ ആവും, സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളിയാവും നമുക്ക് തന്നെ പേഴ്സണലി തോന്നിക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോയി നിൽക്കുന്നത്. സെക്കൻഡ് ഹാഫ് അങ്ങനല്ല. സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി പോയി. മനസ്സിലായില്ല? അത് ഒരു ട്വിസ്റ്റില്ല, ഒന്നും ഇങ്ങനെ പോകാൻ നമ്മൾ കണ്ടു മറന്ന് അല്ലെങ്കിൽ കണ്ടു മടുത്തിട്ടുള്ള അതേ സ്റ്റോറി ലൈൻ ആയി പോയി സെക്കൻഡ് ഹാഫ്. അതുകൊണ്ട് തന്നെ കുറെ കൂടി ഇമ്പാക്ട് കുറവാണ് സെക്കൻഡ് ഹാഫിൽ. പ്രത്യേകിച്ച് ഇതിന്റെ ഓപ്പണിംഗ് ഫൈറ്റ് ഉണ്ട്, ഈ കരയിൽ നിന്നാണ് ഒരു ഓപ്പണിംഗ് ഫൈറ്റ് ഉണ്ട്. അങ്ങനെ പെപ്പന്റെ ഒരു വരവും കൊണ്ട് മുണ്ട് ഇങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്ന് നിൽക്കണൊക്കെ ഒരു സീനുണ്ട്. ആ സമയത്തൊക്കെ ഒരു ഫൈറ്റിന്റെ ഒരു ഇമ്പാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആ സിനിമന്റെ ബാക്കിയില്ല ഫൈറ്റിൽ. അത് ഒന്നാമത് ഈ സ്റ്റോറി ഇങ്ങനെ നമുക്കറിയാം അത് ഇങ്ങനൊക്കെ തന്നെ വരുള്ളൂ എന്നുള്ളത് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും അടിയിലുള്ള ഒരു ഇമ്പാക്ട് ഭയങ്കര കുറവായി പോയി. ഈ ഓപ്പണിംഗ് ഫൈറ്റ് സീനിൽ കിട്ടിയൊരു ഇമ്പാക്ട് ഒന്നും ഇവിടെ ഇല്ല, സെക്കൻഡ് ഹാഫിൽ ഇല്ല. അത് ഒന്നാമത് സ്ക്രിപ്റ്റ് ഭയങ്കര ക്ലീശ സാധനമായി പോയി. അതാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞത് അതാണ്. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ VFX ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ പെപ്പെ കുട്ടിയായിരുന്നപ്പോ ഇങ്ങനെ നീന്തണ ഒരു സീന് കാണിക്കുന്നുണ്ട്. 5 പൈസ തന്നെ എല്ലാ സ്ഥലത്തുള്ള VFX ഒന്നും. പക്ഷെ ഒരു 85% VFXന്റെ പണി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് മാത്രമാണ് ഭയങ്കര ഇങ്ങനെ മോശം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് VFXന്റെ സൈഡ് പോയത്. പിന്നെ ഇതിൽ ഒരുത്തരുണ്ട് കേട്ടാ, ഞാൻ മൂപ്പരുടെ കരിക്ക് സിനിമയിലും പിന്നെ ചില ഇതിലൊക്കെ, കരിക്ക് സിനിമയിലെ കരിക്കിന്റെ ഇതുണ്ടല്ലോ, ആ ഒരു എപ്പിസോഡിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, 1-2 എപ്പിസോഡിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഹൈറ്റുള്ള. ഞാൻ അത് എവിടെയെങ്കിലും ഞാൻ ഫോട്ടോ കൊടുക്കാം. ഒരാള് ഇതില് വെറുതെ കളിപ്പാണ്. പെപ്പെ ബോട്ടിൽ കയറുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഒരു വില്ലനിസം കാണിക്കാനായിട്ട് ഒരു 2-3 ആൾക്കാരുണ്ട്. അപ്പൊ അതില് 2 ആൾക്കാർ വില്ലനീസ് നൈസ് ചെയ്യുന്നുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഒരുത്തിന് വെറുതെ കലിപ്പ്, പെപ്പനെ കാണുമ്പോഴത്തേനും
ഇങ്ങനെ ഇതിങ്ങനെ എപ്പോഴും ഇതിങ്ങനെ ആക്കുമ്പോഴേ ലാസ്റ്റ് കോമഡി ആയിട്ട് തോന്നി. ഈ ഇടയ്ക്കിടയ്ക്ക് പെപ്പനെ കാണുമ്പോൾ തന്നെ കലിപ്പ് ഇങ്ങനെ കട്ട കലിപ്പിൽ ഇവര് കുറെ അടി കൊള്ളുകയും ചെയ്യും. അത് അങ്ങനത്തെ ഒരു കോമഡി പീസ്, സീരിയസ് ആക്കാൻ നോക്കിയിട്ട് ഒരു കോമഡി പീസ് ആയിട്ട് പോയ ഒരു ക്യാരക്ടറും കൂടി ഈ സിനിമയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ BGM കിട്ടില്ലായിരുന്നേ. പ്രത്യേകിച്ച് പെപ്പന്റെ ഒരു മെയിൻ BGM ഉണ്ട്, മെയിൻ മ്യൂസിക് ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് തിയേറ്ററിൽ കേൾക്കാൻ. അപ്പൊ അങ്ങനെ സിനിമ മൊത്തത്തിൽ നല്ല ഒരു കിടിലൻ സാധനം തന്നെയാണ്. പക്ഷെ ഭയങ്കര ക്ലീശ സാധനമായി പോയുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ക്ലീഷായി പോയുണ്ട്. അതിന്റെ കുറവുകൾ സിനിമക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം നിങ്ങൾ എന്തായാലും പറയില്ല. പിന്നെ കാരണം നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുത്ത പൈസക്കുള്ള സിനിമ ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം പ്രത്യേകിച്ച് ക്ലൈമാക്സിലുള്ള അവസാനത്തെ കുറച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കിട്ടില്ലായിരുന്നു. ഇതിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ സെറ്റാണ്. അല്ലെ ഇത് പറഞ്ഞ പെപ്പ വലിയ വൺ മാൻ ആർമി എന്ന് പറഞ്ഞ് ചെന്ന് നിൽക്കണേ തീരെ നമുക്കൊന്നും ഒരു ലോജിക്കൊന്നും ഇല്ലാത്ത ഫൈറ്റ് സീക്വൻസ് ഒന്നും ഇതിലില്ല. അപ്പോൾ സിനിമ നല്ല നൈസ് ആയിട്ടാണ് ഞാൻ ഇരുന്ന് കണ്ടത്. എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കര എൻജോയ്മെന്റ് അല്ലാന്നുണ്ടെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഗംഭീര സാധനം അല്ലെങ്കിൽ RDX ലെവല് പ്രതീക്ഷിച്ച് പോവാതിരുന്നാലും മതി. പിന്നെ ഇതിൽ വേറൊരു സംഭവം ഉണ്ട്, ഈ മത്സ്യത്തൊഴിലാളികളെ സംഭവങ്ങൾ ഇതിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയി ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ. അത് ഇത്ര അധികം ബുദ്ധിമുട്ടുള്ള ഒരു തൊഴിലാണെന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ വേറൊരു സിനിമയിൽ അങ്ങനെ എതിർത്ത് കാണിക്കുന്നത് കണ്ടിട്ടില്ല. ഇപ്പൊ പിന്നെ മത്സ്യത്തൊഴിലാളികൾ പിന്നെ 2018 സിനിമയിലൊക്കെ കാണിച്ചില്ല. പക്ഷെ അത് പ്രളയത്തിന്റെ സമയത്ത് നമ്മളെ സഹായിക്കാൻ വരുന്നതാണ്, മനസ്സിലായില്ല. ആ സമയത്താണ് പിന്നെയും കുറച്ചെങ്കിലും അത് അതിലൊക്കെ കാണിച്ചിട്ടുള്ളതും പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ അറിഞ്ഞിട്ടുള്ളതും ഒക്കെ കുറച്ചാണ്, മനസ്സിലായില്ലേ. നമ്മളെ അതങ്ങനെ ഒന്നല്ല എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവത്തിൽ കൂടിയാണ് ഇവർ പോകുന്നത്. പിന്നെ കടലിൽ സത്യം പറഞ്ഞ ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ അത് ഈ സിനിമയിൽ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന് എന്തായാലും ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോരായ്മകളുണ്ട്. ഇപ്പൊ സിനിമ എനിക്ക് പേഴ്സണലി അബവ് ആവറേജ് എക്സ്പീരിയൻസ് ആണ്. സിനിമയിൽ നിന്ന് കിട്ടിയത് ഗംഭീരല്ല, പക്ഷെ എന്നാലും അത് ഗംഭീരമാകുമായിരുന്നു. ഇതിൽ നടക്കണ ഫൈറ്റ് സീക്വൻസ്, ഞാൻ പറഞ്ഞ ഓപ്പണിംഗ് ഫൈറ്റിത്തെ ആ ഒരു ഇമ്പാക്ട് ഇവന്റെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ കിട്ടുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫൈറ്റിലൊക്കെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര പടം ആകുമായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് പോയ പോലെ സെക്കൻഡ് ഹാഫ് പോയില്ല. ആ ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ രാജ്ബി ഷെട്ടി ഉണ്ട്, ഞാൻ വില്ലനാണെന്ന് വിചാരിച്ചു, പക്ഷെ വില്ലനല്ല അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ വലിയ കുറച്ചുള്ളൂ രാജ്ബി ഷെട്ടി, പക്ഷെ അത് നൈസായിട്ട് മുകളിൽ ചെയ്യാം. രാജ്ബി ഷെട്ടിനെ അറിയാലോ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ സിനിമ എനിക്ക് പേഴ്സണലി ഞാനൊരു നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ പോയിട്ടാണ് ഇരുന്ന് കാണല്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് വെർത്ത് ഇറ്റ്. ബട്ട് ഭയങ്കര സംഭവമാണെന്നോ എന്താണെങ്കിലും നിങ്ങൾ ഞാൻ പിന്നെയും പറഞ്ഞ RDX അങ്ങനെ ഒന്നല്ല. പക്ഷെ സിനിമ നല്ലൊരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ആർ ടോക്സ് സൈനിങ് ഔട്ട്.